നമസ്കാരം. പാർലമെന്റിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. പാർലമെന്റിനകത്തും പുറത്തും ഇപ്പോൾ സ്റ്റാറായി മാറിയിരിക്കുകയാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. എന്നാൽ ഇപ്പോഴിതാ പാർലമെന്റിന് പുറത്ത്, അതും മോദി മന്ത്രിസഭയിൽ രണ്ടാമനായിട്ടുള്ള രാജ്നാഥ് സിംഗിനെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ നടത്തിയിരിക്കുന്നത്. പ്രിയങ്ക കൂടി പ്രതിപക്ഷത്തിന് കരുത്ത് പകരാനായിട്ട്, ഊർജം നൽകാനായിട്ട് എത്തിയതോടുകൂടി രാഹുൽ അല്പം കൂടി ആർജവത്തോടെ, മാത്രമല്ല വളരെ കൗതുകം ഉണർത്തുന്ന രീതിയിൽ രാജ്യം മുഴുവൻ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലാണ് തലസ്ഥാനത്ത് പ്രതിപക്ഷ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത്. പലപ്പോഴും മമതയെപ്പോലെ അടക്കമുള്ള നേതാക്കൾ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളവർ രാഹുലിനെ എതിർത്ത് പ്രതിഷേധങ്ങളിൽ നിന്നും മാറി നിൽക്കുമ്പോൾ അദാനി വിഷയം, ആ പ്രശ്നം UPA ഭരണകാലത്ത് സംഭവിച്ചിരുന്നതെങ്കിൽ മോദിയുടെയും അതോടൊപ്പം തന്നെ BJPയുടെയും ഒക്കെ തന്നെ പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന ഒറ്റ മറുപടി കൊണ്ട് എല്ലാവരുടെയും വായടപ്പിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് MPയുമായ രാഹുൽ ഗാന്ധി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് റോസാപ്പൂവും അതോടൊപ്പം തന്നെ ഇന്ത്യൻ പതാകയും നൽകിയിരിക്കുകയാണ്. ഈ സംഭവത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം വൈറലായിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് വന്നിറങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി അടുത്തേക്ക് പോയി റോസാപ്പൂവും അതോടൊപ്പം തന്നെ പതാകയും അദ്ദേഹത്തിന് നേരെ നീട്ടുന്നത് ഈ വീഡിയോയിൽ കാണാം. കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള രാജ്നാഥ് സിംഗ്, അതോടൊപ്പം തന്നെ സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർക്ക് പ്രതിപക്ഷ MPമാർ റോസാപ്പൂവും അതോടൊപ്പം തന്നെ പതാകയും നൽകിയാണ് പ്രതിപക്ഷ MPമാർ പ്രതിഷേധം അറിയിച്ചത്. രാജ്നാഥ് സിംഗ് കാറിൽ നിന്നിറങ്ങി ലോക്സഭയിലേക്ക് കയറി വരുമ്പോഴാണ് പ്രതിഷേധ സൂചകമായിട്ട് റോസാപ്പൂവും അതോടൊപ്പം തന്നെ ത്രിവർണ്ണ പതാകയും ഒക്കെ തന്നെ നൽകിയത്. ഇവിടെയാണ് രാഹുൽ രാജ്നാഥ് സിംഗിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും രാഹുൽ ഗാന്ധി ആകട്ടെ ഒന്ന് പൊട്ടിച്ചിരിച്ചാൽ എന്നുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു. എന്നാൽ രാജ്നാഥ് സിംഗ് ആകട്ടെ ഒരു തരത്തിലും ഇതിൽ പ്രതികരിക്കുന്നുമില്ല. പക്ഷേ ഞങ്ങൾ BJP സുഹൃത്തുക്കൾക്കായിട്ട് കാത്തിരിക്കുകയാണ്, അവർക്ക് ഇന്ത്യൻ പതാകയും അതോടൊപ്പം തന്നെ റോസാപ്പൂവും നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, രാഷ്ട്രമാണ് ഏറ്റവും പ്രധാനമെന്ന സന്ദേശം നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും കോൺഗ്രസ് MP മാണിക്യം ടാഗോറും പറയുകയുണ്ടായി. US-ൽ അദാനിക്കെതിരായിട്ടുള്ള കൈക്കൂലി ആരോപണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കേന്ദ്ര സർക്കാർ ഒഴിവാക്കുമെന്ന് ആരോപിച്ച് പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ഈ സംഭവവികാസങ്ങളെല്ലാം തന്നെ അരങ്ങേറിയത്. നവംബർ 20-ാം തീയതി പാർലമെന്റിൽ ആരംഭിച്ച ശീതകാല സമ്മേളനം, അന്ന് മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തുറന്ന ചർച്ച വേണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം സഭയിൽ ദിവസങ്ങളായി തന്നെ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം തലസ്ഥാനത്തും പാർലമെന്റിലും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗൗതം അദാനി ഉൾപ്പെടെയുള്ള 7 പേർക്കെതിരെയാണ് കുറ്റാരോപണം ഉയർന്നിരിക്കുന്നത്. അദാനി ഉൾപ്പെടെയുള്ളവർ US-ലെ നിക്ഷേപകരെ കബളിപ്പിച്ചെന്നും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നും US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ആരോപിച്ചിരുന്നു. അദാനി, അതോടൊപ്പം അദാനിയുടെ അനന്തരവൻ സാഗർ അദാനി, അദാനി ഗ്രീൻ എനർജിയുടെ എക്സിക്യൂട്ടീവ് അസൂർ, അതോടൊപ്പം പവർ ഗ്ലോബൽ ലിമിറ്റഡിൻ്റെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സിറൽ കമ്പനീസ് എന്നിവർക്കെതിരെ തട്ടിപ്പിനും അതോടൊപ്പം തന്നെ ഗൂഢാലോചനയ്ക്കും വഞ്ചനയ്ക്കുമാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. $multi-billion പദ്ധതികൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് വ്യാജവും അതോടൊപ്പം തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി US നിക്ഷേപകരെയും അതോടൊപ്പം തന്നെ ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെയും കബളിപ്പിച്ചതായിട്ടും ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. $265 മില്യൺ കൈക്കൂലി നൽകിയതായിട്ട് കുറ്റപത്രത്തിൽ പറയുന്നു. 20 വർഷത്തിനുള്ളിൽ ഈ കരാറുകളിൽ നിന്ന് $200 കോടി ലാഭമുണ്ടാക്കാൻ ഉന്നമിട്ടെന്നും പറയപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.